നിങ്ങളൊരു 20,000-നും 25,000 രൂപയ്ക്ക് ഇടയ്ക്ക് നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം ഫോൺ കയ്യിലെടുക്കുമ്പോൾ ഒരു ഫീൽ എങ്ങനെ ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന പോലെ ഇതിൽ വീഗൻ ലെതർ ബാക്കാണ് കൊടുത്തേക്കുന്നത്. എനിക്കത് ഇഷ്ടമാണ്. ഒരു പ്ലാസ്റ്റിക് ബാക്ക് തരുന്നതിലും എന്തുകൊണ്ട് നല്ലതാണ് ഈ ഒരു ലെതർ ഫിനിഷ്. നിങ്ങളൊരു ബാക്ക് കേസ് ഇടാതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഫോണിൻ്റെ ബാക്ക് സൈഡൊക്കെ അഴുക്കാവും. സോ ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കേസ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ കർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് കയ്യിൽ കൊണ്ടു നടക്കാനും ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 144 ഹെർട്സിന്റെ ഒരു QLED കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. കളേഴ്സ് ഒക്കെ നല്ല വൈബ്രന്റ് ആണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വരുമ്പോൾ ആ ഒരു കളേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലാവും. സോ ഇതിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് വിവിഡ് മോഡാണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ മാറ്റിയിട്ട് നാച്ചുറൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു വലിയ കളേഴ്സ് ഒക്കെ കാണിക്കുന്ന ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ല ഡിസ്പ്ലേ തരുന്ന ഫോൺ അത് മോട്ടറോള തന്നെയാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സൗണ്ട് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഡിസ്പ്ലേ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 14 ആണ് ഇതിൽ വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. അത് എപ്പോൾ കിട്ടുമെന്നറിയില്ല, ബട്ട് കിട്ടും. പിന്നെ 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും കിട്ടും. 8GB 128GB 12GB 256GB LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും ആണ് വരുന്നത്. അവിടെയാണ് മോട്ടറോള ഒന്ന് ചവിട്ടിയത്. നമുക്ക് ഡെയിലി ടാസ്കിൽ അത്ര കാര്യമായിട്ട് മനസ്സിലാവില്ല. ആപ്പ് ഓപ്പണിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഫാസ്റ്റിൽ തന്നെ നടക്കുന്നുണ്ട്. മോട്ടോയുടെ പുതിയ ഹലോ UI ആണ് ഇതിൽ വരുന്നത്. സംഭവം വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു UI ആണ്. ബ്ലോട്ട്വേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിൻ്റെ അടുത്ത് കൂടി പോയിട്ടില്ല. ആവശ്യമുള്ള കുറച്ച് ആപ്സ് മാത്രം. പിന്നെ നമുക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഇൻസ്റ്റാളും ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആപ്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ കൈനറ്റിക് എസ്റ്റേസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിൽ നമുക്ക് ഐഫോണിൽ കാണുന്ന പോലെ ബാക്ക് ടാപ്പ് ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള ആപ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ഒരു ആപ്പ് മിനിമൈസ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ സൈഡ് ബാർ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇതുപോലെ ആപ്സ് മിനിമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ക്യാമറയിലേക്ക് പോകാം. സ്പെക്സ് ഒക്കെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. മോട്ടറോള ഇതിൽ ക്യാമറ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സാമ്പിൾസ് കണ്ടു നോക്കുക. കളേഴ്സ് ഒക്കെ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറൊരാളിപ്പോൾ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ കൊള്ളലോ നല്ല ഫോട്ടോസ് എന്ന് പറയും. ആ ഒരു രീതിയിലാണ് മോട്ടറോള ഇതിൽ പണിയെടുത്തിട്ടുള്ളത്. പോർട്രേറ്റ്സിലേക്ക് വരുമ്പോൾ 24mm 35mm 50mm എന്ന 3 ഫോക്കൽ ലെന്ത് യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഗൈസ്, നല്ല രീതിയിൽ ആവശ്യത്തിന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട്. എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. വീഡിയോയിലേക്ക് വരുമ്പോഴാണ് എന്നെ ഞെട്ടിച്ചത്. 4K 30fps റെക്കോർഡ് ചെയ്യാം. ഫ്രണ്ടും ബാക്ക് യൂസ് ചെയ്ത് 4K 30fps നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും സ്റ്റെബിലൈസ്ഡ് വീഡിയോസ് ആണ് കിട്ടുന്നത്. 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 68 വാട്ട്സിന്റെ ഒരു ചാർജറും മോട്ടറോള ഇതിന്റെ കൂടെ തന്നെ തരുന്നുണ്ട്. പിന്നെ NFC സപ്പോർട്ടും. ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഫോൺസിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും, മെയിൻ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു 25 രൂപയിൽ താഴെയുള്ള ഫോണിൽ കിട്ടുന്നുണ്ട്. 22,999 രൂപയാണ്. ബാങ്ക് ഓഫർ ഇല്ലാതെ 128GB റേറ്റ്. നിങ്ങളുടെ കയ്യിൽ ICICI ബാങ്കിന്റെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ 2000 രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ 256GB 24,999 രൂപയാണ് വരുന്നത്. അവിടെ നിങ്ങളുടെ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിൽ 2000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും. ആൻഡ് ഇതിൽ നമുക്ക് IP68ന്റെ അണ്ടർ വാട്ടർ പ്രൊട്ടക്ഷനും ടച്ച് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. സോ ഇതിനെ നമുക്കൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് നമുക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ടെക് വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.